അതിർത്തി കടന്നുള്ള ഭീകരതയെ സ്പോൺസർ ചെയ്യുന്ന പാകിസ്ഥാന് ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും കൈമാറരുതെന്ന് നെതർലാൻഡ്സിനോട് ആവശ്യപ്പെട്ട ഇന്ത്യ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രി റൂബൻ ബ്രക്കൽമാൻസും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് ഇന്ത്യ ഇക്കാര്യം ഉന്നയിച്ചത്. ചൊവ്വാഴ്ച നടന്ന ഇന്ത്യ നെതർലാൻഡ്സ് ഉന്നതതല കൂടിക്കാഴ്ചയിൽ കപ്പൽ നിർമ്മാണം, ഉപകരണങ്ങൾ, ബഹിരാകാശ മേഖലകൾ എന്നിവയിൽ സഹകരണത്തിന്റെ സാധ്യതകൾ ചർച്ച ചെയ്തു. രണ്ട് രാജ്യങ്ങളിലെയും പ്രതിരോധ സാങ്കേതിക ഗവേഷണ സ്ഥാപനങ്ങളെയും സംഘടനകളെയും ബന്ധിപ്പിക്കുന്നതിനൊപ്പം AI അനുബന്ധ സാങ്കേതികവിദ്യ മേഖലകളിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തുവെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അതോടൊപ്പം നെതർലാൻഡ്സ് പാകിസ്ഥാന് നൽകിവരുന്ന സഹകരണങ്ങളെയും ഇന്ത്യക്കുണ്ടാകുന്ന ഭീഷണികളെക്കുറിച്ചും ചർച്ചകളിൽ പരാമർശിച്ചു. പാകിസ്ഥാന് പ്രതിരോധ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും നൽകുന്നത് ദക്ഷിണേഷ്യയിലെ സുരക്ഷയും സ്ഥിരതയും ദുർബലപ്പെടുത്തുമെന്ന് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകി. ജമ്മുകാശ്മീരിലും മറ്റിടങ്ങളിലും പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരതയ്ക്കെതിരെ ഇന്ത്യ പതിറ്റാണ്ടുകളായി പോരാടുകയാണ്. മറ്റ് രാജ്യങ്ങളിൽ ഭീകരത വളർത്തുക എന്ന നയം കാരണം പാകിസ്ഥാനെ ഒരു തരത്തിലും ആയുധവൽക്കരിക്കരുതെന്ന് ഇന്ത്യ എല്ലാ സൗഹൃദ രാജ്യങ്ങളോടും പറയുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ആൽക്മാൻ ക്ലാസ് മൈൻ കൗണ്ടർ മെഷേഴ്സ് വെസലുകൾ നെതർലാൻഡ്സ് പാകിസ്ഥാന് നൽകിയിരുന്നു. ആൽബ്ലാസർ ഡാമിലെ വാണ്ടർ ഗീസൻഡിനൂർ കപ്പൽശാലയിൽ നിർമ്മിച്ച മൈൻ ഹണ്ടറുകളാണ് നൽകുന്നത്. ഡാമൻ കപ്പൽശാലകളിൽ നിന്ന് 1900 ടൺ മൾട്ടി റോൾ ഓഫ് ഷോർ പെട്രോളിംഗ് വെസലുകളും നെതർലാൻഡ്സ് പാകിസ്ഥാന് നൽകുന്നു. നിരവധി ഡച്ച് കമ്പനികൾ സൈനിക രംഗത്ത് പാകിസ്ഥാനുമായി ഇടപാട് നടത്തുന്നുണ്ടെന്നും ഇന്ത്യ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്.